ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അസാർട്ട്. നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ഒരു ലോങ് ഫോം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിളിന്റെ കുറച്ച് ഹിപ്പോക്രസീസിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് യൂസേഴ്സിന്റെ സെക്യൂരിറ്റി, പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫീച്ചേഴ്സ് എടുത്തു കളഞ്ഞിട്ട് എന്നാൽ അതിന്റെ അപ്പുറത്ത് നമുക്ക് ആക്ച്വലി കുറെ ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ആണ്. സോ ഗൂഗിൾ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ കമ്പനീസും ഇപ്പോൾ യൂസേഴ്സിന് ബെനിഫിഷ്യൽ അല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ചേഞ്ചസ് വരുത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് യൂസേഴ്സിന്റെ സെക്യൂരിറ്റി, യൂസേഴ്സിന്റെ സേഫ്റ്റി എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ ഡിസ്പ്ലേയോ ബാറ്ററി ഒക്കെ വേറെ ഫോണിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത പോലെ ആക്കിയപ്പോൾ അതിന് പറഞ്ഞ റീസൺ ആണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി എന്നുള്ളത്. അതൊരു കാര്യത്തിൽ സെക്യൂരിറ്റി കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ ഫോൺ കളവ് പോയി കഴിഞ്ഞാൽ ബെറ്റർ ആണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവർ ആ പാർട്സിന് വില കുറയ്ക്കണമായിരുന്നു. ഇപ്പൊ നമുക്ക് സ്പെയർ പാർട്സ് അവൈലബിൾ അല്ല. ഒറിജിനൽ പാർട്സിന് 20,000 30,000 രൂപയാണ്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസിലുള്ള കുറെ ഫീച്ചേഴ്സ് കുറച്ചു, പ്രൈവസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് ഗൂഗിളിൽ നിന്ന് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ആപ്സ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, കാരണം അത് പ്രൈവറ്റ് അല്ല പറഞ്ഞിട്ട്. ഇപ്പൊ മെയിൻ കമ്പനീസ് ഞാൻ പറഞ്ഞു, ഇതല്ലാതെ ഷവോമിയും ഒപ്പോയും സാംസങ്ങും എല്ലാവരും ഇതേപോലെ യൂസേഴ്സിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും യൂസേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഫീച്ചേഴ്സ് വരുമ്പോൾ അപ്പൊ തന്നെ ചാടി കയറി പറയുന്ന റീസൺ ആണ് യൂസേഴ്സിന് സെക്യൂരിറ്റിയും പ്രൈവസിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണുള്ളത്. അപ്പൊ അതിനെ ഗൂഗിളിന്റെ ഒരു സെക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യാനാണ്. സോ ഈ അടുത്ത കാലത്തായിട്ട് യൂസേഴ്സിന്റെ സെക്യൂരിറ്റിയും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് മനസ്സിലേക്ക് വരുന്നത്, നമ്മൾ ബാങ്കിങ് ആപ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആവുന്നുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ ചില സ്പെസിഫിക് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ചില സ്പെസിഫിക് എന്നല്ല, ഗൂഗിളിന് അറിയാത്ത ഏതെങ്കിലും ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആപ്സ് വെക്കുമ്പോൾ ഇത് ഡേഞ്ചറസ് ആയിരിക്കാം ഈ ആപ്സ്, അത് അൺഇൻസ്റ്റാൾ ചെയ്താലേ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റൂട്ട് ചെയ്ത ഫോണോ അല്ലെങ്കിൽ റോം മാറ്റിയ ഫോണോ ഒക്കെ ആണെങ്കിൽ പ്ലേ ഇന്റഗ്രിറ്റി ഇല്ല, അത് കാരണം കുറെ ആപ്സ് റൺ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രൈവസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ കൂടെ ചീട്ടുകൾ ഇഷ്ടമുള്ളവർക്ക് ചീട്ടുകളുടെ ഗാംബ്ലിംഗ് ആപ്സും, ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്രിക്കറ്റിന്റെ ഗാംബ്ലിംഗ് ആപ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്ക്, ബോർ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വീഡിയോ കോൾ ആപ്സ് കാണിക്കുന്നുണ്ട്. ഇനി അതിന് തന്നെ ഒരു വുമൺ എംപവർമെന്റ് പാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വുമൻസിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ സെക്യൂരിറ്റി അവർ കൂട്ടാൻ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അഥവാ ഇതൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി മിസ് ആയാലോ എന്ന് പറഞ്ഞിട്ട് ആ ബട്ടൺ അവർ 2 മില്ലിമീറ്റർ ഡയമീറ്റർ വെക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് അത് നമ്മുടെ പ്രൈവസി സെക്യൂരിറ്റി ഒക്കെ കൂട്ടാൻ നോക്കുന്നുണ്ട്. നമുക്ക് ഒറിജിനൽ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് കാലമായിട്ട് ഈ ഗൂഗിൾ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളും എടുത്ത് കളയുന്നുണ്ട്. ലൈക്ക് കുറെ ഇമ്പോർട്ടന്റ് ആയ ഫീച്ചേഴ്സ്. ഇതിന്റെ ഒരു ഐഡിയ വന്നത് തന്നെ നമ്മളുടെ ഗൂഗിൾ ക്രോമില് മാനിഫെസ്റ്റ് V2 എന്നുള്ള എക്സ്റ്റൻഷൻസിന്റെ ഒരു ഫോർമാറ്റ് ഡിസേബിൾ ചെയ്തിട്ട് മാനിഫെസ്റ്റ് V3ക്ക് ചേഞ്ച് ചെയ്തതാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, ആഡ് ബ്ലോക്കിംഗ് എന്നുള്ളത് ഭയങ്കര റിലവന്റ് ആയിട്ടും ഇപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇപ്പൊ നിങ്ങൾ ഒരുവിധം ഏത് വെബ്സൈറ്റ് എടുത്താലും തലങ്ങും വിലങ്ങും ചാടി പിടിച്ചൊക്കെയാണ് ആഡ്സ് വരുന്നത്. അതും ഈ ആഡ്സ് കുറെയൊക്കെ നമ്മുടെ പ്രൈവസിക്ക് ത്രെട്ടാണ്. കുറെയൊക്കെ കുട്ടികളൊക്കെ ഉള്ള ആപ്സിൽ നമുക്ക് കുറെയൊക്കെ സ്ട്രേറ്റ് അപ്പ് സെക്ഷലി ഇതായിട്ടുള്ള വീഡിയോസും ഇതൊക്കെയാണ് ആഡ്സ് ആയി വരുന്നത്. Let's be real, you probably see me in a few interesting places, but what if I told you there's a place where you can actually meet fun, flirty people live anytime you want? No more waiting, no awkward DM, just instant conversations with real people who are ready to vibe with you. Ever wish you could just skip the small talk and just go straight to chatting with someone fun right now? And that's exactly what Tingo's for. Why waste time hoping for a reply when you can start talking to someone instantly? प्लीज हमें पर नहीं, एक बार बनो नहीं, चल मेरे घोड़े मेरी कमर में दर्द हो रहा है। कोई बात नहीं मामी, अपनी पूरी तो बैठी ना. फुल वीडियो देखने के लिए अभी डाउनलोड करें जुगनू ऐप। प्लीज मामी एक बार. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാനും അതേപോലെ തന്നെ കുറെ അങ്ങനത്തെ ഫിഷിംഗ് സൈറ്റ്സും ഇതൊക്കെ നമുക്ക് വാൺ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ആഡ് ബ്ലോക്കേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ആഡ് ബ്ലോക്കേഴ്സിന്റെ ഒക്കെ ഫംഗ്ഷനാലിറ്റി കുറെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ V2 മാറ്റിയിട്ട് V3 കൊണ്ടുവന്നു. അതിന്റെ അവർ പറഞ്ഞ റീസൺ ആണ് എന്ത്, സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ലൈക്ക് എത്ര വലിയ സെക്യൂരിറ്റി കൊണ്ടുവന്നാലും ഇത്രയും ആക്സും ഇത്രയും ഇത് ബേസിക്കലി കുറെ സ്പാംസ് ഒഴിവാക്കാനുള്ള സാധനമാണ് ഇവർ മൊത്തത്തിൽ എടുത്ത് കളഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ അടുത്തായിട്ട് ഗൂഗിൾ കുറെ മറ്റേ iOSന്റെ പഴയതാണ്, iOSന്റെ മെസ്സേജിങ് ഫോർമാറ്റ് പഴയതാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് RCS ഫോർമാറ്റ്. ഈ RCS വന്നത് തൊട്ടിട്ട് സ്പാമോട് സ്പാം ആണ്. നമ്മൾ എത്രത്തോളം പണ്ടൊക്കെ ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് അതോടെ തീരുമായിരുന്നു. ഇപ്പൊ ഒരേ കമ്പനിയുടെ 5 ചാറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ ചാറ്റിൽ പിന്നെ അവർ ഇതേ ആഡ് ആക്കുകയാണ്. ലൈക്ക് നമ്മളൊരു മെസ്സേജിങ് ആപ്പിലാണ് നമുക്ക് ഇപ്പൊ ഇത്രയും ആഡ് വരുന്നത്. ലൈക്ക് അത് നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും. അതിപ്പോ റമ്മി സർക്കിൾ ആയാലും My11 സർക്കിൾ ആയാലും ഇനി അതല്ലാതെ കുറെ സെപ്റ്റോന്റെയോ അല്ലെങ്കിൽ സൊമാറ്റോന്റെയോ ഒക്കെ ആഡ്സ് ആയാലും ഇനി ഇതൊന്നും അല്ലാതെ കുറെ പുറത്തുനിന്ന് തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്സിന്റെ ഒക്കെ ആയിട്ട് നമുക്ക് ആഡ് വരുന്നുണ്ട്. ബേസിക്കലി ഞാനൊക്കെ എന്റെ ഫോണിൽ RCS ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഇത്രയും സ്പാം കാരണം. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ആപ്പ് സെർച്ച് ചെയ്യാണ്. നമ്മളിപ്പോ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക? ഇത്രയും ബുദ്ധിയുള്ള സെർച്ച് എഞ്ചിൻ വെച്ച് തുടങ്ങിയ ഒരു കമ്പനി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വാട്സപ്പ് കാണിക്കുന്നല്ലേ? പക്ഷെ ഇല്ല, അവർ വാട്സപ്പിൽ കാണിക്കുക സജസ്റ്റഡ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു ആപ്പ് കാണിക്കും. നമ്മൾ പണ്ടൊക്കെ എത്ര കാലം ആപ്സ് നമ്മൾ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, ഫസ്റ്റ് സാധനം പോയി ഇൻസ്റ്റാൾ ചെയ്യും.
അത് വാട്സപ്പ് ആവില്ല. പിന്നെ ഈ പ്ലേ സ്റ്റോറിന്റെ കാര്യം പറയുമ്പോഴാണ് സ്റ്റോറിൽ ഇപ്പൊ വരുന്ന ആഡ്സ് ലൈക്ക് എത്രങ്ങാനും മേക്ക് ഫ്രണ്ട്സ് വീഡിയോ ആപ്സ് ആണ്. ലൈക്ക് എന്റെ ആൾക്കാർ പൊട്ടന്മാരാണ്. ബേസിക്കലി ഓൺലി ഫാൻസിന്റെ വേറെ വേർഷൻ എന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത്. ഇത് എന്റെ ഫ്രണ്ട് എന്നോട് ഒരു കഥ പറഞ്ഞു. ലൈക്ക് അതൊരു ആഡ് കണ്ടതാണ്. ഒരു പെൺകുട്ടിയോട് ആരോട് കടം ചോദിക്കുമ്പോൾ പറയാൻ, നീ എന്താണ് കട ആൾക്കാർ ചോദിക്കുന്നത്, ഈ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രേഞ്ചേഴ്സിനെ ഫ്രണ്ട്സ് ആക്കാം, അവര് പൈസ തരാന്ന്. ബേസിക്കലി നമ്മൾ എന്താണ് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്? ഇതാണ് യൂസേഴ്സിന്റെ പ്രൈവസിയും സെക്യൂരിറ്റിയും ഗൂഗിൾ മാനിക്കുന്നത്. നമ്മൾ ഇതൊന്നും തേർഡ് പാർട്ടി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യല്ല. നമ്മൾ ഈ അതായത് ഓപ്പൺ സോഴ്സ് ഇപ്പൊ F-Droid എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റെപ്പോസിറ്ററി ഉണ്ട്. അതിലൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ആൾക്കാർ ഉണ്ടാക്കുന്ന ഓപ്പൺ സോഴ്സ് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പൊ എന്റെ ഫോണിലൊക്കെ കുറെ അങ്ങനത്തെ ഓപ്പൺ സോഴ്സ് ആപ്സ് ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ലൈക്ക് സ്പീഡ് കൂടും. അത് യൂസേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് ലൈക്ക് നമുക്ക് കുറെ കൂടി നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ കുറെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എനിക്കിപ്പോ ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളായിട്ട് പിടിച്ചിട്ട് ഇതൊന്നും പറ്റില്ല, തേർഡ് പാർട്ടി ആപ്സ് എന്ന് പറയാണ്. ഇത്ര സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവര് നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടാക്കുന്ന ഇവരാണ് ഇങ്ങനത്തെ ഈ ഗാംബ്ലിംഗ് ആപ്സും അല്ലെങ്കിൽ ഇതേപോലത്തെ ഈ മേക്ക് ഫ്രണ്ട്സ് ആപ്സ് ഒക്കെ ആയിട്ട് ഈ പ്ലേ സ്റ്റോർ തന്നെ തരുന്നത്. ഇനി നിങ്ങൾക്ക് തന്നെ എത്ര കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരികളോ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ പാരന്റ്സോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എന്തെങ്കിലും ഒരു ആപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സെക്യൂർ ആണ് എന്ന് വിശ്വസിച്ച് എത്രങ്ങാനും ആൾക്കാരുണ്ടാവും. ഇപ്പോ ജി ക്യാം എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഗൂഗിളിന്റെ ക്യാമറയുടെ മോഡ് അല്ലെങ്കിൽ ഇതേപോലെ ഫോട്ടോ ക്യാം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ നോർമൽ ക്യാമറേനേക്കാളും കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റി ആയിട്ടാണ്. അപ്പൊ ഞാൻ കുറെ പേരുടെ അത് ഇൻസ്റ്റാൾ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് ഇത് ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ പുറത്തൊന്നും ഇൻസ്റ്റാൾ ചെയ്യാറില്ല എന്നുള്ളത്. അവരുടെ വിചാരം എന്താണെന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷെ അതല്ല ഇപ്പൊ സത്യം. ബേസിക്കലി പ്ലേ സ്റ്റോറിനുള്ള ആപ്സ് ഞാൻ മാക്സിമം ഇപ്പൊ ഒഴിവാക്കാനാണ് നോക്കുന്നത്. അതും ഏറ്റവും വലിയ ഹിപ്പോക്രസി എന്താണ് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു യൂട്യൂബ് വീഡിയോ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതില് മൈക്ക് എന്നുള്ളതിന് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. അതിന് പകരമാണ് യൂട്യൂബേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അൺഅലൈവ് എന്ന് പറയുന്നത്. കാരണം അതിന്റെ നേരെയുള്ള വാക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതേ യൂട്യൂബിൽ വരുന്ന ഓരോ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഫോൺ ഹബ് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കും. ലൈക്ക് ഇതിൽ ഒരേ പ്ലാറ്റ്ഫോമിലാണ് ഈ രണ്ട് ഇത് വരുന്നത്. ലൈക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡ് ഇവര് സെക്യൂരിറ്റി പ്രൈവസി എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ആപ്സ് കളയും അല്ലെങ്കിൽ നമുക്കുള്ള ബേസിക് ഫ്രീഡംസ് കളയും ചെയ്തിട്ട് മറ്റേ സൈഡ് ഇതേ സെക്യൂരിറ്റിയും പ്രൈവസി എന്ന് പറഞ്ഞ ആൾക്കാർ അതൊക്കെ നമ്മൾ തൊണ്ടയിൽ കൂടെ തിരികെ തരും ചെയ്യാണ്. അതും ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയ ഫോൺ ഇപ്പൊ വാങ്ങിക്കാൻ, ഫോണിന്റെ കഥ ഇപ്പൊ വേറെയാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ടെക് എൻതൂസിയാസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് നമുക്ക് ഓരോ റേഞ്ചിലും ഓരോ ഫോൺ ഉണ്ടായിരുന്നു. ഇപ്പൊ 2017 ആണെങ്കിൽ നിങ്ങൾക്ക് റെഡ്മി 4, റെഡ്മി 5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫോൺ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓരോ റേഞ്ചിലും ഓരോ ഫോൺസിനും ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഏതൊരു റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ഫോൺ നിങ്ങൾക്ക് കാണില്ല. നിങ്ങൾ 20,000 ഫോൺ എടുത്തോ, അതിൽ ചിലപ്പോൾ ക്യാമറ സോഫ്റ്റ്വെയർ ഒട്ടും ഉണ്ടാവില്ല. 10,000 എടുത്താലും വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല. 30,000 എടുത്തോ, എന്നാൽ അതൊന്നും ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും സാധനം കുറവായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇനി നിങ്ങൾ ഒരു ഫോൺ വാങ്ങിച്ച് നിങ്ങൾ ഓൾറെഡി 15,000 രൂപയ്ക്ക് 2021 കിട്ടുന്നതിനേക്കാൾ ഒരു മോശമായിട്ടുള്ള ഫോണാണ് പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ആ ഫോൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടംപോലെ പ്രീലോഡഡ് ആപ്സ് ആവും. അതും കോമഡി എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ തന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ പ്രൊവൈഡർ തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്ലേ സ്റ്റോർ കൂടെയാണെങ്കിൽ ഒരു 10-20 ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്. ലൈക്ക് ഇവർ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കുന്ന ആളാണ് അങ്ങനെ ചെയ്യുക. അത് ഓഫാക്കാൻ കാര്യങ്ങൾ പറ്റില്ല. അതായത് നമുക്ക് ആദ്യം തന്നെ ഇവര് യൂസർ എക്സ്പീരിയൻസ് പ്രോഗ്രാം എനേബിൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ ഡാറ്റ വാങ്ങിക്കാൻ നോക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഓഫാക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതേപോലെ നിങ്ങൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ കുക്കീസ് ആയിരുന്നു. ഇപ്പൊ അവര് കുക്കീസിന് മാറിയിട്ട് ഞങ്ങൾ യൂസേഴ്സിന്റെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള അൾട്ടർനേറ്റീവ് പോയി പറഞ്ഞിട്ട് നേരെ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ലൈക്ക് ബേസിക്കലി പണ്ട് കുക്കീസ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ കുക്കീസ് യൂസ് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ദാരിദ്ര്യം പിടിച്ച ആപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് കുക്കി യൂസ് ചെയ്യാം. എന്നിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയി ട്രാക്ക് ചെയ്യാം. അപ്പൊ ഇപ്പൊ അവർ എന്ത് ചെയ്തു, നമ്മുടെ ആപ്പിൾ ART എന്ന് പറഞ്ഞിട്ട് ആപ്പിളിന്റെ ഒരു ട്രാൻസ്പെറൻസി നമ്മുടെ പ്രൈവസി എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് 2019 ഓർമ്മ ഉണ്ടാവും. ആപ്പിൾ മീൻസ് പ്രൈവസി വരെ അവർ കുറെ ബഹളം ഉണ്ടാക്കിയത്. അത് എന്താ ചെയ്തെന്ന് വെച്ചാൽ ബേസിക്കലി ഡാറ്റ കളക്ഷന്റെ പവർ ഇവർ ബാക്കിയുള്ള ആപ്സിനെയും എടുത്തിട്ട് ആപ്പിളിന്റെ കയ്യിലെത്തി. ഇനി നിങ്ങൾക്ക് ആഡ് നേരാവണ്ണം ടാർഗറ്റ് ചെയ്തെങ്കിൽ ആപ്പിളിന്റെ പൈസ കൊടുത്ത് വാങ്ങണം. സെയിം സാധനം ഭയങ്കര ആവായതുകൊണ്ട് ഗൂഗിൾ എന്ത് ചെയ്തു, ഈ അടുത്തായിട്ട് അയ്യോ കുക്കീസ് ഭയങ്കര പ്രശ്നമാണ്, തേർഡ് പാർട്ടി കുക്കീസ് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവര് നേരാവണ്ണം പോയിട്ട് നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റ് നോക്കണോ, ഏതൊക്കെ ഇത് എടുക്കുന്നു, നിങ്ങൾ എന്താണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ള ഗൂഗിളിന്റെ കയ്യിൽ ഇപ്പൊ ഡാറ്റ ഉണ്ടോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്യണോ, അപ്പൊ നിങ്ങൾ ഗൂഗിളിനോട് ചോദിക്കുക, എന്നിട്ട് അവർ ഡാറ്റ വെച്ച് ചെയ്യുക. അപ്പൊ ആ ഡാറ്റ ആരുടെ കയ്യിലായി, ഓഫ്കോഴ്സ് ഗൂഗിളിന്റെ കയ്യിൽ. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഗൂഗിളിന് പൈസ എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടിയില്ല, നിങ്ങളുടെ സെക്യൂരിറ്റിയും പ്രൈവസിയും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ലൈക്ക് നിങ്ങൾ ഫോൺ എടുത്താൽ കണ്ടിട്ടുണ്ടാവും, ബേസിക്കലി ആഡ്സ് ആണ് എല്ലായിടത്തും. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ലോക്ക് സ്ക്രീൻ, ഇപ്പൊ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ലോക്ക് സ്ക്രീൻ പകരം ഗ്ലാൻസ് ആണുള്ളത്. ആ ഗ്ലാൻസ് ഒന്നും ഓഫ് ആക്കാൻ പറ്റില്ല പകുതി ഫോണിൽ. ഇനി നിങ്ങൾ ഓഫ് ആയി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് പിന്നെ എനേബിൾ ആവും. നിങ്ങൾക്ക് ഇപ്പൊ ഗൂഗിളിന് സെക്യൂരിറ്റി വാങ്ങി ശരിക്കും അത് എന്താ ചെയ്യേണ്ടത്, ഈ മൊബൈൽ പാർട്ട്നേഴ്സിനോട് പറയാൻ, നിങ്ങൾ ഈ സാധനം വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ഇത്രയൊന്നും ആഡ് കൊടുക്കാൻ പാടില്ല ഇല്ല. പക്ഷെ അതൊന്നും സെക്യൂരിറ്റിയുടെ ഭാഗമല്ല. അതേപോലെ തന്നെ നിങ്ങളിപ്പോ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടാണ്. നമുക്കൊരു ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് ഉണ്ട്, അതായത് നമ്മൾ ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന ആൻഡ്രോയിഡ്. പിന്നെ ഗൂഗിളിന്റെ സർവീസസ് ഉണ്ട്, നമ്മുടെ പ്ലേ സ്റ്റോറും അതേപോലെ തന്നെ ഗൂഗിളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഈ രണ്ട് പാർട്ടും പണ്ട് ഈ ഗൂഗിളിന്റെ സർവീസിന് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പാർട്ടായില്ല.
ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ബേസിക്കലി ഇപ്പൊ നമ്മുടെ ഹാർമണി വോയിസും നമ്മുടെ ഹൈപ്പർ വോയിസും തമ്മിൽ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് മെയിൻലി രണ്ട് കമ്പനി ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർമണി വോയിസ് ഗൂഗിൾ സർവീസ് ഇല്ലാതെ, പക്ഷെ അതുകൊണ്ട് തന്നെ പകുതി മുക്കാൽ ആപ്സും അതിൽ സപ്പോർട്ട് ആവില്ല. ഈവൻ ദോ അതിന്റെ ബേസ് ആൻഡ്രോയിഡ് 12 ആണ് എന്നുണ്ടെങ്കിലും കുറെ ആപ്സ് അതിൽ വർക്ക് ആവില്ല. അപ്പൊ എസെൻഷ്യലി എന്തായി, ഈ ഗൂഗിൾ ആൻഡ്രോയിഡ് എന്നുള്ളത് ഓപ്പൺ സോഴ്സ് ആയി വെച്ചുകൊണ്ട് തന്നെ ആ ഓപ്പൺ സോഴ്സ് കൊണ്ട് ഉപകാരം ഇല്ലാതാക്കി. ഇപ്പൊ ഗൂഗിൾ ഒരു റെസ്ട്രിക്ഷൻ വെച്ചു, നമുക്ക് ഐഡിയലി അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഓപ്പൺ സോഴ്സ് നമുക്ക് നമ്മുടെ ഫോട്ടോ എടുത്ത് യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റില്ല. കാരണം എന്താണ്, ആപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഈ പ്ലേ സർവീസ് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് പ്ലേ സർവീസ് ഇല്ലാതെ ഈ ഫോണിൽ ഇത് വർക്ക് ആവില്ല. എസെൻഷ്യലി എന്താണ്, നമുക്ക് നമ്മുടെ ഫ്രീഡം ഇതാണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമെങ്കിൽ നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫീച്ചർ പോവാണ്. അങ്ങനത്തെ ഇഷ്ടം പോലെ ഇതുണ്ട്. അതായത് നമുക്ക് ലൈക്ക് ഓരോരോ വഴിയാണ്. ഇപ്പൊ നമുക്ക് സ്ക്രീൻ ഷെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ADB കൂടെ ചെയ്യാൻ വേണ്ടി കുറെ APIs ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ എടുത്തു കളഞ്ഞു. ഒക്കെ ഈ പ്രൈവസി, ഫ്രീഡം അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് വരികയാണ്. ഇനി ശരിക്കും ഗൂഗിളിന് സെക്യൂരിറ്റി ഇന്ന് വേണം അല്ലെങ്കിൽ യൂസേഴ്സിന് പ്രൈവസി വേണം എന്നുണ്ടെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്. ലൈക്ക് ഞാനിപ്പോ ഒരിക്കലും പറയുന്നില്ല നമുക്ക് തേർഡ് പാർട്ടിന്ന് എല്ലാ ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഇത് വേണം എന്നുള്ളത്. ലൈക്ക് ഇപ്പൊ എനിക്ക് മേ ബി മനസ്സിലാവായിരിക്കും, പക്ഷെ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവണമെന്നില്ല. പക്ഷെ അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള കുറെ കാര്യങ്ങൾ അവർ ആദ്യം ചെയ്യണം. ഇത് എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നം വരുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യാതെ നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ കുറച്ച് പേർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ എടുത്ത് അവർ കളയാണ്. അതായത് അവരുടെ പാർട്ടിലൊന്നും പ്രശ്നം വരാണ്ട് ബാക്കിയുള്ളത് മാത്രം എടുത്ത് കളയുക എന്നുള്ളത് ഭയങ്കര തെറ്റായ ഇതാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് മൊബൈൽ വൾണറബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആൻഡ്രോയിഡും iOS-നുള്ള വൾണറബിലിറ്റീസ് നോക്കാണ്ട് കുറെ കാലമായിട്ട് ഇപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്താണ്, ആൻഡ്രോയിഡ് ആണ്. ലൈക്ക് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാൻ കഷ്ടം ഇപ്പൊ ആൻഡ്രോയിഡ് ആണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ലൈക്ക് iOS ആണ് എന്നുണ്ടെങ്കിൽ മെയിൻലി ബേസിക്കലി iOS യൂസ് ചെയ്യുന്നത് വെബ്കിറ്റ് എന്ന് പറഞ്ഞൊരു ജാവസ്ക്രിപ്റ്റ് തന്നെയാണ്. അതിൽ കൂടെ കുറെ വരുന്നത്. പക്ഷെ ലൈക്ക് ഹാക്ക് ചെയ്യല് കുറെ കാലമായിട്ട് ബുദ്ധിമുട്ട് ആൻഡ്രോയിഡ് ആണ്. പക്ഷേ ശരിക്കുള്ള ബുദ്ധിമുട്ട് നടക്കുന്നത് എന്നാലും കൂടുതൽ ആൻഡ്രോയിഡ് തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരിക്കലും ഈ ഫോൺ ഇപ്പൊ നിങ്ങളൊരു ആലോചിക്കുക, നിങ്ങളൊരു അയൽപ്പക്കത്തുള്ള ഒരു നോർമൽ ആയിട്ടുള്ള 10-40 വയസ്സുള്ള ആളുണ്ട്. മൂപ്പയുടെ ഫോൺ ആരും ഈ 50 ലക്ഷം രൂപ കൊടുത്തിട്ട് പെഗാസസ് വലിച്ചിട്ട് അത് വെച്ചിട്ട് ഹാക്ക് ചെയ്യാൻ പോകുന്നില്ല. മൂപ്പര് എന്ത് ചെയ്തതാണ്, ഇതേപോലെ സ്പാം കോൾ വന്നിട്ട് ആ സ്പാം കോൾ കൂടെ അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ആപ്പ് ഉപയോഗിച്ച് അതിന് തട്ടിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബാങ്കിങ് ആപ്സ്, അതായത് നിങ്ങൾക്ക് ഒരു സാധനമാണ് നിങ്ങൾ 50,000 രൂപ കടം തരാന്ന് പറഞ്ഞിട്ട് ആപ്പ് പ്ലേ സ്റ്റോറിനായിട്ട് ഡൗൺലോഡ് ചെയ്ത് ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ഇത് വിൽക്കുന്നത്. എത്രങ്ങാനും പേര് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു, എന്നാലും ഇതൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് ഈ സാധനങ്ങളൊക്കെയാണ് ശരിക്കും മൂപ്പര് ചിലപ്പോൾ അതിന് ഒരു ദിവസം പെട്ടെന്ന് മകൾക്ക് എന്തെങ്കിലും ആവശ്യം ഈ ആപ്പ് അവ ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെയാണ് അവർക്ക് എന്ത് വരുന്നത് പ്രശ്നം വരുന്നത്. അല്ലാണ്ട് ആരും മൂപ്പയുടെ ഫോൺ എടുത്ത് പെഗാസസ് വെച്ച് സ്പൈ ചെയ്തിട്ട് ചെയ്യാൻ മറ്റേ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ഒന്നും അല്ലല്ലോ. അപ്പൊ ലൈക്ക് ശരിക്കും ഇവർക്ക് സെക്യൂരിറ്റി അല്ലെങ്കിൽ യൂസേഴ്സിന് സെക്യൂരിറ്റിയും പ്രൈവസിയും വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ ഗാംബ്ലിംഗ് ആപ്സ് ആദ്യം ലൈക്ക് അറ്റ്ലീസ്റ്റ് ഇനി പ്ലേ സ്റ്റോറിൽ ഇരുന്നോട്ടെ, അറ്റ്ലീസ്റ്റ് യൂട്യൂബിൽ ഒന്ന് ആഡ് ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ആപ്സ് എങ്കിലും ലൈക്ക് ബേസിക്കലി നിങ്ങൾ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്, ഒരു ആഡ് ആണ്, പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള ആഡ് ആണ് ഒരു പഠിക്കുന്ന കുട്ടികളോട്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലൈക്ക് പ്രൈവസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ സെക്യൂരിറ്റി നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു മാനുഷികത്വം വെച്ചിട്ട് നിങ്ങൾ ഒരു ആഡ് ഉണ്ടാക്കുക. അതാണ് വേണ്ടത്. ലൈക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് പിന്നെ ആഡ് ബ്ലോക്കിംഗ് എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള അൾട്ടർനേറ്റീവ് ആപ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാം പോലത്തെ ആപ്സിന്റെ ഒക്കെ യൂസേജ് കുറയ്ക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഇതേപോലെ പ്രൈവസി എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് അവർ ആ പ്രൈവസിയിൽ നിന്നൊരു ഒരു പൊടി പോലും നമുക്ക് തരുന്നില്ല. അതൊരു നമ്മുടെ ഒരു ഭയങ്കര പ്രശ്നമുള്ള ഒരു സമയത്താണ്. അതായത് എത്രങ്ങാനും ഇപ്പൊ എന്റെ ചുറ്റിലുള്ളതിന് കുറെ പേരുടെ എക്സ്പീരിയൻസ് എനിക്കറിയാം. ലൈക്ക് എനിക്കിപ്പോ അത്ര ഭയങ്കര വലിയ സർക്കിൾ ഒന്നും അല്ലല്ലോ. ആ സർക്കിൾ തന്നെ എനിക്ക് കുറെ പേരെ അറിയാം. ഇതേപോലെ തന്നെ ഈ വാട്സപ്പിൽ കോൾ വന്നിട്ട് പോയതും അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ട് ഫ്രോഡ് ആയതും ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ മണി ആപ്സിൽ നിന്ന് പൈസ എടുത്തിട്ട് അവർ കുറെ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ലൈക്ക് അതൊക്കെ അറ്റ്ലീസ്റ്റ് കുറയ്ക്കാൻ നോക്കുക. 100 പേര് മറ്റേ ഇതാവുമ്പോഴാണ് ഒരാള് ഇങ്ങനെ ശരിക്കും ഹാക്കിങ്ങിന് വിധേയനാവുന്നത്. അപ്പൊ നിങ്ങൾ ഈ ആൻഡ്രോയിഡിന്റെ സെക്യൂരിറ്റി എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് അത് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എന്റേത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഗൂഗിൾ ചെയ്യുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതേപോലത്തെ ആപ്സിൽ കുറെ ആപ്സിലൊക്കെ നമുക്ക് ഇത് പോയി ഓഫ് ആക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഗൂഗിളിന്റെ ഒരു അത് പറഞ്ഞില്ലേ, ക്രോമില് അവര് തേർഡ് പാർട്ടി കുക്കീസിന് അവർ ചെയ്യേണ്ടത്, അത് ഓഫ് ആക്കാതെ വേറെ ഓപ്ഷൻസ് നമുക്ക് അതിനുള്ളിൽ പോയ ഉണ്ട്. അപ്പൊ ലൈക്ക് അതൊക്കെ നിങ്ങൾ ചെയ്യാം. നിങ്ങളുടെ പാട്ട് ഗൂഗിളിന്റെ പാട്ട് ഗൂഗിൾ ചെയ്യില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മുടെ പാട്ട് നമ്മൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.